പ്രിയമുള്ളവരെ, കൽപ്പകവൃക്ഷം തിങ്ങി വളർന്നിരുന്ന പ്രദേശമായതിനാലാണ് ഈ പ്രദേശത്തിന് കൽപ്പകഞ്ചേരി എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. അതെ, ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളാണ്. ഇന്ന് ഗ്രാമപഞ്ചായത്തിന് കീഴിലായി വികസന സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് സ്ക്രീനിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സ്ഥലം MLA കുറുക്കോളി മൊയ്തീൻ സാഹിബായിരുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷനായത് AP സബാഹ ആയിരുന്നു. അദ്ദേഹമാണ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ്. അതുപോലെ തന്നെ പുതിയ ഭരണസമിതി വന്നതിനു ശേഷം ഇനി മുന്നോട്ട് നടപ്പിൽ വരുത്താനുള്ള വികസന പ്രവർത്തനങ്ങളുടെ വിശദീകരണം നൽകിയത് ശ്രീ രാമചന്ദ്രൻ A, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ഗ്രാമപഞ്ചായത്തിനുള്ളിലെ ഓരോ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കാളികളായിക്കൊണ്ടായിരുന്നു ഭാവി പ്രവർത്തനങ്ങളുടെ ചർച്ച ഒന്നാം ഘട്ടം നടന്നത്. ആ ചർച്ചയിൽ നിന്നും സമാഹരിച്ച അഭിപ്രായങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ കരട് പദ്ധതി രേഖ തയ്യാറാക്കി. അത് ഒരു പുസ്തക രൂപത്തിൽ മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ് ബഹുമാന്യനായ MLA നിർവഹിച്ചത്. MLA ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് രാമചന്ദ്രൻ A, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അദ്ദേഹം 2026-27 കാലയളവിനുള്ളിൽ നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വികസന സെമിനാറിലെ ഉള്ളടക്കം വികസന സ്ഥിതിവിശേഷം, പ്രശ്ന വിശകലനവും പ്രശ്ന പരിഹാര സാധ്യതകളും, മുൻവർഷത്തെ പദ്ധതി പ്രവർത്തന വിലയിരുത്തൽ, വികസന കാഴ്ചപ്പാട്, പ്രൊജക്ടുകളും അവയുടെ വിശദാംശങ്ങളും, വിഭവ സ്രോതസ്സുകളും വകയിരുത്തലുകളും, പ്രത്യേക പദ്ധതികൾ, പരിപാടികൾ, വായ്പാ ബന്ധിത പ്രൊജക്ടുകൾ, സമഗ്ര പരിപാടികളും സംയോജന സാധ്യതകളും, മോണിറ്ററിംഗ്. മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയങ്ങളിൽ ശ്രദ്ധേയമായ ചിലതാണ് ഇനി വിവരിക്കുന്നത്. LP UP വിദ്യാർത്ഥികൾക്കുള്ള കായിക പരിശീലനത്തിനുള്ള അധ്യാപകരെ കണ്ടെത്തുക. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഇലക്ട്രിക് വാഹനങ്ങളുടെ മെക്കാനിക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട വിശേഷം തന്നെയാണ്. കൂടാതെ പവർ മെക്കാനിക്, അതുപോലെ തന്നെ തൊഴിൽമേള, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന രീതിയിലുള്ള മേളകൾ സംഘടിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഗെയിംസ്, ഈ പ്രീമിയർ ലീഗ് പോലെയൊക്കെയുള്ള കുട്ടികൾക്ക് കായിക വിനോദങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, കായിക താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കോച്ചിങ് സൗകര്യങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫ്രീ ആയിട്ട് നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വിശേഷം തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയമാണ് സ്നേഹപ്പുടവ എന്ന പേരിൽ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഭിന്നശേഷി കുട്ടികൾക്കും അതുപോലെ തന്നെ അനാഥ കുട്ടികൾക്കുമായി വസ്ത്രവിതരണം. ഇതും പ്രത്യേകം പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിർധനരായ രോഗികൾക്ക് സഹായം എത്തിക്കുന്നതോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവസരങ്ങളും ധാരാളമായി ഒരുക്കുന്നു. പ്രിയമുള്ളവരെ, പറയാൻ വിശേഷങ്ങൾ ഇനിയുമേറെയാണ്. പക്ഷേ സമയപരിധി അവസാനിച്ചു. ഈ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി ബിനു E. താങ്ക് യു ഫോർ വാച്ചിങ്.